ഹായ് ഫ്രണ്ട്സ്, മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി തിരുവോണം വരെ 10 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. അത്തം ഓണാഘോഷങ്ങളുടെ തുടക്കം അന്നേക്ക് വീടുകളിൽ ചെറിയ പൂക്കളം ഇടാൻ തുടങ്ങുന്നു. അടുത്തത് ചിത്തിരയിൽ പൂക്കളത്തിൻ്റെ വലിപ്പം കൂട്ടുന്ന ദിവസം വീടും പരിസരവും വൃത്തിയാക്കുന്നു. ചോതിയിൽ പൂക്കളത്തിൻ 4-ാം നാളായ ചോതിയിൽ 4 തരം പൂക്കൾ വെച്ച് പൂക്കൾ ഒരുക്കുന്നു. പൂക്കളം പിന്നെയും വലുതാകുന്നു. ഓണക്കോടിയും മറ്റും വാങ്ങുന്ന തിരക്കുകൾ തുടങ്ങുന്നു. അനിഴം വള്ളംകളി മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുന്ന ദിവസം. ആഘോഷങ്ങൾ കൂടുതൽ സജീവമാകുന്ന ദിവസം തൃക്കേട്ട. ഓണസദ്യയിലെ വിഭവങ്ങൾക്കായി തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. പലവിധ കാഴ്ചകളുമായി നാടും നഗരവും ഉണരുന്നു. മൂലം പൂരാടത്തിൽ മാവേലി മണ്ണിലേക്ക് എഴുന്നള്ളിയെത്തുന്നു എന്നാണ് വിശ്വാസം. മാവേലിയുടെ ചെറിയ രൂപങ്ങൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കി വീട്ടിൽ വെച്ച് പൂജിക്കുന്നു പൂരാടം ഉണ്ണാൻ. ഉത്രാടത്തിൽ 1-ാം ഓണം അല്ലെങ്കിൽ വലിയ ഉത്രാടം. അവസാന നിമിഷത്തെ ഓണച്ചന്തകളും പച്ചക്കറി വാങ്ങലുകളും നടക്കുന്നു. നാടെങ്ങും ആഘോഷത്തിമിർപ്പ്. തിരുവോണ നാളാണ് പ്രധാന ഓണം. മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസം. വിഭവസമൃദ്ധമായ ഓണസദ്യയും കോടിയുടുപ്പും ഊഞ്ഞാലാട്ടവുമായി മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നു. ഓരോ വീട്ടിലെയും പൂക്കൾ കാണാൻ എന്തു ഭംഗിയാലേ. ഇത് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ചക്കായി ഞാൻ എടുത്തുള്ള ഓരോരോ ഫോട്ടോ. വീടിന് മുന്നിൽ വെച്ചിട്ടുള്ള ഓരോ പൂക്കളങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇത് കണ്ടിട്ട്. ഈ അത്തപ്പൂക്കളമെല്ലാം എന്തു ഭംഗിയാലേ. ഇത് ഓണക്കാലത്ത് മഹാബലി തമ്പുരാനെ വരവേൽക്കാനാണ് പ്രധാനമായും പൂക്കളിടുന്നത്. അത്തം നാളിൽ തുടങ്ങി തിരുവോണം വരെ 10 ദിവസങ്ങളിലാണ് പൂക്കളം ഒരുക്കുന്നത്. തുമ്പ, തുളസി, ചെത്തി, ജമന്തി, മല്ലിക തുടങ്ങിയ വിവിധ തരം പൂക്കൾ ഇതിനായി ഉപയോഗിക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും പൂക്കളത്തിൻ്റെ വലിപ്പവും ഡിസൈനുകളുടെ സങ്കീർണതയും വർദ്ധിച്ചു വരുന്നു.